ഹായ്, വെൽക്കം ടു അവർ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. നമ്മളെ എല്ലാവരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് മുടി കൊഴിയുന്നത് എന്നത്. അതിനെതിരെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമുക്കിന്ന് ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നോക്കാം. കുറച്ച് മുടി പൊഴിയുന്നതൊക്കെ ദിവസവും അത് വളരെ സാധാരണമാണ്. പക്ഷെ മുടി കൊഴിയുന്നതിന്റെ അളവ് പെട്ടെന്ന് കൂടുന്നു. അതുപോലെ തന്നെ മുടി കൊഴിയുന്നിടത്ത് വേറെ പുതിയ മുടി കിളുത്തു വരുന്നില്ല, പുതിയ മുടി ഉണ്ടാകുന്നില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചിലർക്ക് മുടി കുറയുന്നത് പാരമ്പര്യമാണ്. ഈ കൂട്ടർക്ക് കാലക്രമേണ മുടി കൊഴിഞ്ഞ് അതൊരു പാരമ്പര്യമാണ്, അവർക്കും അതുപോലെ മുടിയില്ലാതെ ആവും. പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത ചിലർക്ക് മുടി കൊഴിയുന്നത് സാധാരണ ഉണ്ട്. അതിന് പ്രധാന ഒരു കാരണം എന്ന് പറയുന്നതാണ് അവർക്ക് പ്രോട്ടീൻ അല്ലെങ്കിൽ വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. അങ്ങനെ തോന്നുന്നവർ അവർ ആഹാരത്തില് കുറച്ച് പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുതലുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതിനുവേണ്ടി കഴിക്കേണ്ടത് ഇലക്കറികള്, മാംസാഹാരങ്ങൾ ഇവയൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കാവുന്നതാണ്. പിന്നെ ടെൻഷനാണ് പ്രധാനമായിട്ട് വേറൊരു കാരണം. ടെൻഷൻ കൂടുന്തോറും മുടി കൊഴിയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഒന്നെങ്കിൽ ഹെഡ് മസാജ് ചെയ്യുക, അല്ലെങ്കിൽ കഴിവത് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ നോക്കണം. പിന്നെ മുടി പൊഴിയുന്നു എന്നുള്ള ടെൻഷൻ, ഒത്തിരി കൊഴിയുന്നു എന്നുള്ള ടെൻഷനും ഒഴിവാക്കുക. മുടി കൊഴിയുന്നത് അതനുസരിച്ച് കിളിർത്ത് വരികയും ചെയ്യും. ടെൻഷൻ അടിച്ചാൽ അതുപോലെ തന്നെ കൊഴിയുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ഫാഷൻ കൂടുന്നതനുസരിച്ച് നമ്മളെ മുടിയിൽ സ്റ്റൈൽ കൂട്ടാൻ വേണ്ടി ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് പതിവായി കളറിങ്, മുടി ചുരുട്ടുക, സ്ട്രെയിറ്റൻ ചെയ്യുക, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം മുടിയുടെ കട്ടി കുറയുന്നതിനും കൊഴിയുന്നതിനും കാരണമാകാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പ് വരുത്തുന്നത് നല്ലതായിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് മുടി പെട്ടെന്ന് കൊഴിഞ്ഞില്ലാതാവാൻ സാധ്യതയുണ്ട്. പിന്നെ തലയിലെ ചൂട് കൂടുന്നതും പ്രധാന ഒരു കാരണമാണ്. എല്ലാ ദിവസവും സ്ഥിരം ഷാംപൂ, കണ്ടീഷണർ അങ്ങനെ ഉപയോഗിക്കാതെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ശീലമാക്കുക. നമ്മുടെ നാടൻ രീതിയാണ്. എന്നാലും എല്ലാ ദിവസവും വേണ്ട, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ശീലിക്കുന്നതും നല്ലതാണ്. ഈ ടിപ്സ് എല്ലാം നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും നിങ്ങൾക്ക് അത് കുറവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അതിന് പ്രതിവിധി ചെയ്യാം. പിന്നെ ഈ കാര്യങ്ങളോട് നോക്കുക, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും വേഗത്തിൽ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക.